സ്യാദികേശവൻ, ഇവിടെ നമ്മളിപ്പോഴും പൂർണ്ണാർത്ഥത്തിൽ ഡിജിറ്റലായിട്ടില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മാല കൊണ്ട് പണയം വെക്കാൻ വേണ്ടി ബാങ്കിലോട്ട് പോയാൽ ആ പണം ഒരുപക്ഷെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണമായി വരുമായിരിക്കാം. അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫർ നടക്കാത്തൊരു കാലത്ത് ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഇത്രയധികം തുക എന്തായാലും ബാങ്കിലുണ്ടല്ലോ. അന്വേഷിച്ചിടത്തോളം ഒരു മീഡിയം ലെവൽ ബാങ്കാണ്. ഈ നട്ടുച്ച സമയത്ത് അവിടെ 47 ലക്ഷം രൂപ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ബാങ്കിൻ്റെ പണമാകുമോ അതോ ഈ ക്രയവിക്രയത്തിൻ്റെ സമയത്ത് വരുന്ന പണമാകുമോ ശ്രീ ആദികേശവൻ? അതും അതായത് ചെസ്റ്റ് ബ്രാഞ്ചിൽ നമുക്ക് ക്യാഷ് ഇത്രയേ പാടുള്ളൂ എന്നുള്ളതില്ല. അതായത് RBIയുടെ ഏജൻ്റായിട്ടാണ് ഈ ചെസ്റ്റ് ബ്രാഞ്ചുകൾ, ക്യാഷ് ചെസ്റ്റുള്ള അത് വളരെ സജ്ജീകരണത്തോടു കൂടി അതിന് സ്പെസിഫിക്കേഷനൊക്കെ ഉണ്ട്. ഒരു ചെസ്റ്റ് എന്ത് രീതിയിലാവണം കെട്ടേണ്ടത് അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ RBI വിശദമായിട്ടുള്ള രൂപരേഖ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാത്ത ശാഖകളിൽ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെസ്റ്റ് ബ്രാഞ്ചല്ല. അതല്ലാത്ത ശാഖകളിൽ മൊത്തം ക്യാഷ് ട്രാൻസാക്ഷൻ ഇടപാടുകൾ എത്രയൊക്കെ നടക്കും എന്നതിനെ ആശ്രയിച്ച് ഓരോ ലിമിറ്റ് നിശ്ചയിക്കാറുണ്ട്. സാധാരണ 10-15 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം ഒക്കെയാണ് ഇതിൻ്റെ തുക. അപ്പോഴും നാം ഓർക്കേണ്ടത് ഇപ്പോൾ രാവിലെ 10 മണിക്കോ 11 മണിക്കോ ഒരാൾ കുറച്ച് അധികം ക്യാഷ് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറേ പേര് കുറച്ചധികം ക്യാഷ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തിനകം മാത്രമേ അവർക്ക് ഈ കൺട്രോളിംഗ് ബ്രാഞ്ചിലേക്ക് കൂടുതലുള്ള പൈസ കൊണ്ട് റിമിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ ഡെയിലി വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ലിമിറ്റും എക്സീഡ് ചെയ്തൊക്കെ ക്യാഷ് ചിലപ്പോൾ കയ്യിൽ വന്നേക്കാം. ഈ ബ്രാഞ്ചിൽ നമുക്ക് വിവരം അറിയില്ല എത്രയായിരുന്നു അവരുടെ ലിമിറ്റ്. എന്തായാലും അത് ഈ ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഓരോ ബ്രാഞ്ചിലെയും പരമാവധി ക്യാഷിൻ്റെ തുക കൂടി കണക്കിലെടുത്തിട്ടാണ്. അപ്പോൾ അതിൽ കവിഞ്ഞിട്ടുള്ള ക്യാഷ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളൊക്കെ അവിടെ ഉന്നയിക്കപ്പെട്ടേക്കാം. ഇതാണ് പൊതുവെയുള്ള ക്യാഷ് റിട്ടൻഷൻ അല്ലെങ്കിൽ എത്രത്തോളം ക്യാഷ് ആവാം എന്നുള്ളതിനെക്കുറിച്ച് സാധാരണ സ്വീകരിച്ചു വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. കാരണം ആ ബ്രാഞ്ചിലെ റിട്ടൻഷൻ ലിമിറ്റ് നമുക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷേ പൊതുവേ പറഞ്ഞാൽ ചെറിയ ബ്രാഞ്ചസിലൊക്കെ 15-20 ഒക്കെ ആയിരിക്കും മാക്സിമം റിട്ടൻഷൻ ലിമിറ്റായിട്ട് അനുവദിച്ച് കൊടുക്കപ്പെടുന്നത്. ഓരോ ബാങ്കും തീരുമാനിക്കുന്നതാണത്. ഓക്കെ.